മക്കളെ വിശേഷം കുറേ അല്ല ഒരു വീഡിയോ എല്ലാം കണ്ടിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടും കുറേ ആയി. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഷാർജ ഗ്രാൻഡ് മോസ്കിൽ നമ്മളെ കൂടെ റൈഡറുടെ കൂടെ നമ്മൾ ബൈക്കിൽ പോവാണ്. അതും ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് ബൈക്കിൽ. നാട്ടിൽ നിന്നെല്ലാം പലരും പോയിട്ടുണ്ടാവും. ഈ ഒരു ബൈക്ക് റൈഡ് വേറൊരു വൈബാണ്. അപ്പോൾ പോയി നിങ്ങൾ കണ്ടിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഞാൻ വീഡിയോയിൽ സുന്ദരമായിട്ട് പകർത്തിയിട്ടുണ്ട്. അപ്പം കണ്ടാൽ വേറെ വൈബാണ് മക്കളെ. പോയി ഫുള്ള് വീഡിയോ കാണട്ടാ. ഈ വണ്ടിയിലാണ് നമ്മൾ ഇന്നത്തെ യാത്രകൾ. നേരെ ഷാർജ ഗ്രാൻഡ് മോസ്കിലേക്കാണ്. അപ്പോൾ ഞാനിതാ സെറ്റായിട്ടുണ്ട്, ഈ വണ്ടിയിലേക്ക് കയറാൻ പോവാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഷാർജയിലെ ഗ്രാൻഡ് മോസ്കിലേക്കാണ്. ഇന്ന് അവിടെ നോമ്പ് തുറക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് ഇന്ന് പോകുന്നത്. മറ്റുള്ളവരെല്ലാവരും നമ്മളോട് പറയാമെന്ന് വെച്ചാൽ ദുബായിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ബൈക്കാണ് ഏറ്റവും ഡേഞ്ചറസ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയും. പക്ഷെ അതൊക്കെ വെറുതെയാണ്. കാരണം ബൈക്കിലാണെങ്കിലും കാറിലാണെങ്കിലും ഏതിലാണെങ്കിലും വരാനുള്ളത് വഴി തങ്ങൂല. ബാക്കിയൊക്കെ നമ്മുടെ കയ്യിലും പടച്ചവൻ്റെ കയ്യിലാണ്. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രാവലിങ്ങിന് കൂടെ ഇത് കുട്ടിക്ക് നടന്ന ആളാണ്. ഇദ്ദേഹം കൂടി നമ്മളെ കൂടെ യാത്രയ്ക്ക് ജോയിൻ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷാർജ ഗ്രാൻഡ് മോസ്കിലേക്ക് പോകാൻ പോകും. ഷാർജ ഗ്രാൻഡ് മോസ്കിൽ എത്തണം ഏകദേശം 3.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ സിലിക്കോൺ ഓയാസിസ് നിന്നാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സെയ്ഗ്സൈഡല്ല എമിറേറ്റ്സ് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത്. അത് ഷാർജ ഗ്രാൻഡ് മോസ്കിൻ്റെ അടുത്തുള്ള റോഡാട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് സ്കിൽസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് അടിപൊളി ഡ്രൈവിംഗ് ആണ്. ഇവർ രണ്ടാളും കൂടിയിട്ട് പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളൊരു പെട്ടെന്നൊരു പ്ലാനിങ് ആണ്. നമ്മൾ കുറച്ച് മുമ്പേ തീരുമാനിച്ചതായിരുന്നു. പക്ഷേ ഇപ്പം ക്ലാസ്സും കോളേജും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പല നോമ്പുറകൾ വേറെ ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്തായതുകൊണ്ടാണ് നമ്മൾ ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ യാത്രകളിൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നമ്മളിപ്പോൾ ദുബായിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ലൈസൻസ് എടുക്കാനാണ്. നമുക്ക് ലൈസൻസ് ഇല്ല, പക്ഷേ നമ്മളെ കൂടെയുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു വെച്ചാൽ ബൈക്കിൽ ലൈസൻസിൻ്റെ അത്രയും നല്ലത്. ഏത് റൂട്ടിലാണ് അങ്ങനെ പെട്ടെന്ന് എത്താൻ പറ്റും. കാറിലാണെങ്കിൽ ട്രാഫിക് ഉണ്ടാകും, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണ്, പിന്നെ പറയേ വേണ്ട. അപ്പോൾ നമ്മളിങ്ങനെ ഷാർജയിൽ ഏകദേശം എത്തിയിട്ടുണ്ട്. ഷാർജ ഗ്രാൻഡ് മോസ്കിൻ്റെ അടുത്ത് ഏകദേശം ഇനി ഒരു 1-2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ബാക്കി. ഇവിടെ യാത്ര ചെയ്യുമ്പോൾ ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, സേഫ്റ്റിയും സെക്യൂരിറ്റിയും കാര്യങ്ങളുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. പിന്നെ ഈ ഷാർജ ഗ്രാൻഡ് മോസ്ക് എന്ന് വെച്ചാൽ 2019 ഇവർ ഷാർജ ഗ്രാൻഡ് മോസ്ക് ഇവിടെ ഇനാഗുറേഷൻ നടത്തിയത്. ആ സമയത്ത് ഒരു വലിയൊരു സംഭവമായിരുന്നു ഷാർജയിൽ ഈ ഷാർജ ഗ്രാൻഡ് മോസ്ക്. ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഏകദേശം ഷാർജ ഗ്രാൻഡ് മോസ്ക് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ എത്തുകയാണെങ്കിൽ നമ്മൾ എമിറേറ്റ്സ് റോഡിൽ നിന്ന് എക്സിറ്റ് അടിച്ചിട്ട് നമ്മൾ അതിലൂടെ യു-ടേൺ അടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. ബൈക്ക് ആയിക്കോട്ടെ, കാറായിക്കോട്ടെ, കാറുകളൊക്കെ ക്യൂ നിൽക്കുന്ന നിങ്ങൾക്ക് ഇപ്പം കാണാം. അങ്ങോളം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ലോങ് ആയതുകൊണ്ട് കാണാത്തതാണ്. ഇതുകൊണ്ടോ ഇവിടെ മുതൽ അവിടം വരെ നമുക്ക് ഷാർജ ഗ്രാൻഡ് മോസ്കിലേക്ക് നോമ്പ് തുറക്കാൻ വേണ്ടി വന്നവരാണ്. ഇപ്പം നമ്മൾ കാറിലാണെങ്കിൽ ഇപ്പം ഒന്നും നമ്മൾ എത്തിയിട്ടില്ല. ബൈക്ക് ആയതുകൊണ്ട് നമുക്ക് റൂട്ടിൽ സുഖമായിട്ട് അവിടത്തേക്ക് ഓവർടേക്ക് ചെയ്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഗ്രീനറി, നമ്മൾ മെയിൻ എൻട്രൻസ് നോക്കിയാൽ തന്നെ അത് വേറൊരു വൈബാണ്. വേറെ ഏതൊരു സ്ഥലത്തേക്ക് ഇത് പച്ചപ്പെല്ലാം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നാട് പോലെയുണ്ട്. ഇതൊരു ഗ്രീനറി, ഇതൊരു മരുഭൂമിയുടെ നടുവിലാണ് ഇത്രയും വലിയൊരു ഗ്രാൻഡ് മോസ്ക് ഇവർ പണിഞ്ഞു വെച്ചത്. അതൊന്ന് മാഷാ അല്ലാഹ് ഒരു അടിപൊളി അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാണ്. ഇതിൽ റോഡ് നോക്കിയാലും ഈ ദുബായും ഷാർജയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാറി വരുന്നുണ്ട്. ആലങ്കാരികമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരുന്നിട്ടുള്ളത്. കാരണം വണ്ടികൾക്കെല്ലാം ഈ ഒരു എന്താ പറയുക, നമുക്കൊരു ബ്ലോക്ക് ഉണ്ടെങ്കിലും പക്ഷെ ബ്ലോക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ നമുക്കങ്ങ് എത്താൻ പറ്റും. നമ്മളിപ്പോൾ ഏകദേശം എത്താനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുന്ന ആൾക്കാരൊക്കെ നടന്ന് പോകുന്നുണ്ട്. പാർക്ക് ചെയ്തിട്ട് പുറത്ത് പാർക്ക് ചെയ്യുന്നുണ്ട്, ഉള്ളിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പക്ഷെ നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. കാരണം നമ്മളെ കയ്യിൽ ബൈക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സുന്ദരമായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയ പല വണ്ടികൾ ദുബായിൽ നിന്നും വരുന്നുണ്ട്, ഷാർജയിൽ നിന്നുള്ളത് ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ കവാടം തന്നെ കാണുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ അവർ എഴുതി വെച്ചിട്ടുണ്ട് 2019. അത് നിങ്ങൾക്ക് കാണാം. ഇവിടെ എല്ലാം നോക്കിയാൽ പലരും വന്നിട്ട് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യണം. ഓൾറെഡി ഈ പുറത്ത് പാർക്കിംഗ് ഫുള്ളാണ്. ഉള്ളിൽ എന്തോ ആവോ എന്തോ ഈ ഒരു അവസ്ഥയിലാണുള്ളത്. പക്ഷെ എന്നാലും നമുക്ക് ഉള്ളിൽ പാർക്കിംഗ് കിട്ടുന്നൊരു വിശ്വാസമുണ്ട്. പക്ഷെ ഇതിൻ്റെ കൂടെ തന്നെ ഇവിടെ ബ്ലോക്കും ഉണ്ട്. ഈ ബ്ലോക്കൊന്നും നമുക്കൊരു വിഷയമില്ല. രാജാവിന് എന്ത് ക്യൂ എന്നുള്ള രീതിയിലാണ്. പക്ഷെ എന്നാലും നമ്മൾ നിയമം പാലിക്കേണ്ടത് UAE ആണ്, നാടല്ല. അപ്പോൾ ഇവിടെ ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ എല്ലാവർക്കും ഇവിടെ കയറാനുള്ളൊരു പെർമിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പലരും ആൾക്കാരുണ്ട്. പിന്നെ സെക്യൂരിറ്റീസൊക്കെ നമുക്ക് അവിടുന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി റൂട്ട് മാപ്പ് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പാർക്കിംഗ് സ്ലോട്ടാണ് ഇനി നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി ഇനി നോക്കണം. ബൈക്കിന് കിട്ടുമോ ആവോ ഉണ്ടാവും. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ളാണ് കാണുന്നത്. പക്ഷെ അവിടെ 2 സെക്യൂരിറ്റീസാണ് നമ്മൾ കയറുന്ന സമയത്ത് കണ്ടത്. അപ്പോൾ ഇവിടെ പല കാറുകൾ, ലക്ഷറി കാറ് മുതൽ സാധാ നോർമൽ കാർ എല്ലാം ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതാണ് ഷാർജയുടെ ഒരു പ്രത്യേകത. ഇതും പച്ചപ്പും വേറെ വൈബാട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി ഷാർജ ഗ്രാൻഡ് മോസ്കിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, പാർക്കിംഗ് സ്ലോട്ടിൽ. അപ്പോൾ നമ്മൾ പാർക്കിംഗ് ഏരിയ നോക്കുകയാണ്. ഇവിടെ
ഒക്കെ ഫുള്ളാണ് മക്കളെ. അപ്പോൾ നമുക്ക് പാർക്കിംഗ് കിട്ടി, കുട്ടിക്കും പാർക്കിങ്ങിന് വേണ്ടി വന്ന് ഇവിടെ ബൈക്ക് നമ്മൾ നിർത്തുന്നുണ്ടോ, ഇത് വേറൊരു ഫീലാട്ടോ. ഈ 2 ബൈക്ക്, ഇത്രയും കാറുകളിടയിലാണ് ഈ 2 ബൈക്ക് ഇവിടെ നിർത്തുന്നത്. മാഷാ അല്ലാഹ്, അടിപൊളി കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് മാത്രമല്ല, ഇനി ഉള്ളിലും കുറേ വിശേഷങ്ങളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവർ ബൈക്ക് പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയല്ലേ. നമ്മൾ വന്ന ബൈക്ക് 2 പാർക്കിങ്ങിൽ 2 ബൈക്ക് ദുബായിലല്ല UAE ഷാർജയിലേക്ക് എത്തിയിട്ട് നമ്മൾ ഷാർജ ഗ്രാൻഡ് മോസ്കിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ജാസിക, പിന്നെ ഹല ഹല. അപ്പൊ ഈ മോസ്കിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊന്ന് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ കാര്യങ്ങൾ? ഇത് ഷാർജയിലെ ഏറ്റവും വലിയ ഷാർജ ഗ്രാൻഡ് മസ്ജിദ്. ഷാർജയിൽ നിലവിലെ ഏറ്റവും വലിയ മസ്ജിദാണ്. പിന്നെ ഇവിടെ ഞാൻ എല്ലാ കൊല്ലവും അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും നോമ്പുറക്കാൻ വരും. വേറൊരു വൈബാണ്. നമ്മൾ അല്ലീൻ പള്ളി അല്ലെങ്കിൽ അബുദാബി ഷെയ്ഖ് സയദ് മസ്ജിദ് ഒക്കെ മാതിരി തന്നെ വേറൊരു വെറൈറ്റി വൈബാണ് ഇവിടെ. അങ്ങനെ നമ്മളിവിടെ കയറി ഉടനെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ ചെരുപ്പും കാര്യങ്ങളിലും ഇവിടെ കഴിച്ചു വെച്ചിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടിയിട്ട്. ഇതാണ് ഗ്രാൻഡ് മോസ്ക്. നമ്മുടെ ആൾക്കാർ സ്ഥിരം വരുന്നത്. ഇതാണ് ഇതിന്റെ ഇൻസൈഡ് കാണാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കണം, സീറ്റും സെറ്റ് ആക്കണം. അപ്പം അങ്ങോട്ടേക്കാണ് പോകാൻ പറഞ്ഞത്. അപ്പം അറബിങ്ങനെ ആൾക്കാർ ഇതാക്കുന്നുണ്ട്. ഇത്രയും ജനങ്ങൾ ഇവിടെ ക്യൂ നിന്നിട്ടാണ് പോകുന്നത്. ലാസ്റ്റ് വരെ ക്യൂ ഉണ്ട്. അപ്പോൾ ഗ്രാൻഡ് മോസ്ക് കണ്ട് ഞങ്ങള് 2019 സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഇതിന്റെ മനോഹരമായ കാഴ്ചകളും എല്ലാം നമ്മൾ കണ്ടിട്ടാണ് ഓരോരുത്തരെ നോമ്പുറക്കുള്ള സമയമാകുന്നുണ്ട്. എൻ്റെ ഇടയിൽ ഇങ്ങനെ തീരുന്നില്ല ക്യൂ. അവിടം വരെ എല്ലാം നോക്കി നോക്കി. നമ്മൾ വന്നതെന്ന് വെച്ചാൽ ദുബായ് നേരെ ഷാർജയിലേക്ക് ബൈക്ക് റൈഡിലൂടെയാ പോണം. അപ്പം ആൾക്കാരുടെ ജനസാഗരം പറയാം. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടൂല. എന്തായാലും ഒരു സിറ്റിങ്ങിന് വേണ്ടി നോമ്പുറക്കുമ്പോഴത്തേക്കെങ്കിലും എത്തിയാൽ മതിയേനും. അവസാനം നമുക്ക് ക്യൂ കിട്ടി. ഇത്രയും ആൾക്കാരുടെ ഇടയിൽ നാളെ നമ്മള് പള്ളിയിലേക്ക് വന്ന് എന്താ അവിടെ സ്ത്രീകളുണ്ട്, ഇവിടെ പുരുഷന്മാർക്കുന്നുണ്ട്, പിന്നെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്രയും വലിയ ക്യൂ അവിടെ ഉള്ളത്. ഗ്രാൻഡ് മോസ്ക് ഷാർജ. ഓരോരുത്തർ ഭക്ഷണങ്ങളും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നോമ്പുറക്ക് വേണ്ടിയിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെന്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ഇത് വേറൊരു ഫീൽ തന്നെ കേട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് പള്ളിയിലേക്ക് വരിക. അടിപൊളി. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഫുഡും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക്. ആയിരക്കണക്കിന് ജനങ്ങളാണ് അവിടെ ഉള്ളത്, 1-2 അല്ല. നമുക്ക് ഇവിടെ സീറ്റ് കിട്ടാൻ നോക്കിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കാം. മുമ്പുള്ളത് ജ്യൂസ് നന്ദിനിക്കില്ല, റൈസ്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ബോക്സ്. അപ്പോൾ ഇത്ര ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഷാർജ ഗ്രാൻഡ് മോസ്കിൻ്റെ സിറ്റിങ്ങിലുള്ളത്. നമ്മളിപ്പോൾ നോമ്പുറക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ജാസിം ഭായി ഉണ്ട്, പിന്നെ ഇവിടെയുള്ള ആൾക്കാരുകളുണ്ട്. ഇത്രയും ജനങ്ങളാണ് അവിടെ ഉള്ളത്. ഡ്രോൺ ഷോട്ട് വരെ നടക്കുന്നുണ്ട്.
എന്താണ് പറയാനുള്ളത്? നല്ല ആട് ബിരിയാണി, മട്ടൻ ബിരിയാണി അത്യാവശ്യം 1 കിലോ ഉണ്ട്. അങ്ങനെ നോമ്പ് തുറന്നു. അലീസ ട്രൈ ചെയ്തൊക്കെ ഷവാർഡിയോട് സാധിക്കുന്നുണ്ട്. റൈഡറാണ്. അങ്ങനെ ഏകദേശം ഇന്നത്തെ വ്ലോഗ് കൂടെ കഴിയാൻ പോവാണ്. ഇന്ന് നമ്മൾ ഗ്രാൻഡ് മോസ്കിൽ വന്ന് നോമ്പും തുറന്ന് മാഷാ അല്ലാ ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാ അടുത്തൊരു വ്ലോഗ് നമുക്ക് കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ദുബായിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക.